നമ്മുടെ കയ്യിൽ കുറച്ച് റവയുണ്ട്, അത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമുക്ക് 2 മുട്ട പുഴുങ്ങാനിടാം. ഒരു ഉരുളക്കിഴങ്ങ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, അതിനെ കട്ട് ചെയ്ത് അതിനെയും വെള്ളത്തിൽ തിളപ്പിക്കാനിട്ടു. 2-3 സ്ലൈസ് ബ്രെഡ് എടുത്തു, അതിനൊന്ന് വെള്ളത്തിലിട്ട് നനച്ച് അതിനോടൊപ്പം തന്നെ വെന്ത് വന്ന ഉരുളക്കിഴങ്ങും എടുത്തു. അത് കുഴച്ച് പുഴുങ്ങിയ മുട്ട 2ആയി മുറിച്ച് അതിനകത്ത് മസാലയ്ക്കകത്ത് വെച്ചിട്ട് പൊരിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇഞ്ചി 2ആയി മുറിച്ചു. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, കുറച്ച് മല്ലിയില ഇതെല്ലാം മിക്സിയിലിട്ടിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. അങ്ങനെ അടിച്ച് ഇട്ടിട്ടുണ്ട്. 2 മുട്ട എടുത്തു, അതിനെ പൊട്ടിച്ച് അതിൻ്റെ കൂടെ ഒഴിച്ചു. കുറച്ച് പാലും ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തു. 3-4 സ്ലൈസ് ബ്രെഡ് എടുത്തു. 3-4 അല്ല, 5-6 സ്ലൈസ് ബ്രെഡ് എടുത്തു. അതിൽ ആ ബാറ്ററിൽ മുക്കി പൊരിച്ചെടുത്തു. അടുത്തതായി തരി കാച്ചതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നെയ്യിൽ കുറച്ച് ചെറുള്ളി, പിന്നെ കുറച്ച് കാഷ്നട്ട് ഇതൊക്കെ ഇട്ടിട്ട് പാലൊഴിച്ചു. അത് തിളച്ച് വരുമ്പോൾ തന്നെ കുറച്ച് പഞ്ചസാര ഇട്ടു, കുറച്ച് റവ ഇട്ട് കറക്കിയെടുത്തു. ഇത്രയേ ഉള്ളൂ തരിക്കഞ്ഞി. അടിപൊളി, നല്ല ടേസ്റ്റാണ്. പിന്നെ ബ്രെഡ് പൊരിച്ചത്, ഈ ഒരു സെറ്റപ്പിൽ ബ്രെഡ് പൊരിച്ച് നോക്കണം, അടിപൊളിയാണ്. പിന്നെ മുട്ട സൂപ്പറാണ്.